നഴ്സിങ്ങിന് ആൺകുട്ടികളെ ചേർത്താൻ പറ്റുമോ എന്ന് ഒരു അമ്മ എന്നോട് ചോദിച്ചു. തീർച്ചയായും ആൺകുട്ടികളെ ചേർത്താം. എങ്ങനെയാണ് ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള ഒരു മേഖലയായി മാറ്റപ്പെട്ടത് എന്നുള്ളതിന് ഒരു ഹിസ്റ്റോറിക്കൽ റീസൺ ഉണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഫ്ലോറൻസ് നൈറ്റിംഗേൽ എന്നുള്ള ഒരു വനിതയാണ് ഈ പ്രൊഫഷനിലെ തുടക്കക്കാരെന്നറിയപ്പെടുന്നത്. ഇവരുടെ തുടക്കകാലത്ത് ഇവരുടെ പൂർണ്ണമായ ശ്രദ്ധ യുദ്ധമുഖത്ത് പരിക്കേറ്റ് വീണ ഭടന്മാരെ പരിചരിക്കുക എന്നുള്ളതായിരുന്നു. അതിന് ഏറ്റവും സഹാനുഭൂതിയും കരുണയും ആവശ്യമുള്ള ഒരു മേഖല കൂടി ആയതുകൊണ്ട് സ്ത്രീകൾക്ക് വളരെ പ്രാധാന്യം ലഭിച്ചു. പുരുഷന്മാർ പൂർണ്ണമായും ശാരീരിക അധ്വാനം വേണ്ടി വരുന്ന യുദ്ധരംഗങ്ങളിലും അതേപോലെ മറ്റു മേഖലകളിലും കൃഷി പോലെയുള്ള മേഖലകളിലായിരുന്നു പൂർണ്ണമായും ശ്രദ്ധ പുലർത്തിയിരുന്നത്. അങ്ങനെ പതിയെ പതിയെ ഇത് സ്ത്രീകളുടെ മാത്രം ഒരു മേഖലയായി മാറ്റപ്പെട്ടു. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നാം നോക്കുമ്പോൾ ഇത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ശോഭിക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. 3-4 കാരണങ്ങൾ അതിന് പ്രധാനമായും വരുന്നത്. ഒന്ന്, ഇതിന് വേണ്ടിയിട്ടുള്ള എംപതി ആൻഡ് ടെക്നിക്കൽ നോളജ് അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നേടിയെടുക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത്, കൂടുതൽ ശാരീരിക അധ്വാനം വേണ്ടി വരുന്ന ഓപ്പറേഷൻ തിയേറ്റർ, അതേപോലെ കുറച്ച് വയലൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുക, അതേപോലെ മറ്റുള്ള കൂടുതൽ മെഷീനറീസുമായി കൈകാര്യം ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ എന്നുള്ള മേഖലകളിലൊക്കെ ആൺ നഴ്സുമാരെ വളരെയധികം ഹോസ്പിറ്റലുകൾ പ്രിഫർ ചെയ്യുന്നു. മൂന്നാമതെന്ന് പറഞ്ഞാൽ നൈറ്റ് ഷിഫ്റ്റിലേക്ക് കൂടുതൽ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പുരുഷ നഴ്സുമാർക്ക് വളരെ പ്രാധാന്യം കൂടുന്നു. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ പല രീതികളിലും നമുക്ക് പുരുഷ നഴ്സുമാരെയും സ്ത്രീ നഴ്സുമാരെയും നമുക്ക് ഒരേ തരത്തിൽ പരിഗണിക്കാവുന്ന ഒരു കരിയർ മേഖലയാണിത്. പക്ഷേ ചില മേഖലകളിൽ സ്ത്രീകൾക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. കാരണം ലേബർ റൂം, അതേമാതിരി പീഡിയാട്രിക് കെയർ, കുട്ടികളുടെ നിയോനാറ്റൽ കെയർ പോലെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതേപോലെ പുരുഷന്മാർക്ക് ഇപ്പോൾ ആക്സിഡൻ്റായി അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു പുരുഷ രോഗിയെ സംരക്ഷിക്കാൻ ഒരു പുരുഷ നഴ്സിനാണ് കൂടുതലായി കഴിയുക. അതുകൊണ്ട് ഈ കരിയർ മേഖല വളരെ ജോബ് ഓറിയൻറ്റഡ് ആണ്. നമുക്ക് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് സാധ്യതകളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മേഖലയിൽ പാഷനേറ്റഡ് ആണെങ്കിൽ തീർച്ചയായും നോക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. താങ്ക് യു.